ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ചീര വലിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിന്നത് കറി വയ്ക്കാം അല്ലേ? അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് വലിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെന്നാൽ വിത്തിട്ട ചീരയായിരുന്നു കേട്ടോ. പക്ഷെ അത് ഒരുപാട് വലുതായിട്ടൊന്നുമില്ല കേട്ടോ. ഇലകളൊക്കെ ഭയങ്കര ചെറുതാണ്. ഇതിങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചീര വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചീര നമ്മൾ പരിപ്പിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. പരിപ്പും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ജസ്റ്റ് വേവിച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചീര, പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇത്രയും ചേർന്നിട്ടാണ് നമ്മളത് വേവിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കുക്ക് ചെയ്ത് കിട്ടും. കുറച്ച് കട്ടിയായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ശേഷം നമുക്കൊന്ന് കടുക് വറുത്ത് അതിലോട്ട് കൊട്ടാം. പോയത് പോട്ടെ. ബാക്കിയുള്ള കടുക് നമ്മൾ പൊട്ടിച്ചത് നമ്മുടെ ചീരയിലോട്ട് ഒഴിച്ചു. അപ്പോൾ അതോടുകൂടി ഇത് കഴിഞ്ഞു കേട്ടോ. കുറച്ച് കട്ടിയായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ രീതിയിലാണെന്ന് തോന്നുന്നു അത് കുക്ക് ചെയ്യേണ്ടത്. എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. പിന്നെ നമ്മളിന്ന് മീൻ കറി വെക്കുന്നുണ്ട് കേട്ടോ. മീൻ കറിയും അതുപോലെ തന്നെ മീൻ ഫ്രൈയും ചെയ്യുന്നുണ്ട്. ഈ മീൻ ആവോലിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ആവോലിയാണ്. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ മാങ്ങ ഇട്ടിട്ട് ജസ്റ്റ് മീൻ പുളിയാണ്, അതായത് വറ്റിച്ച് വെക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മീനെടുത്ത് ഫ്രൈ ചെയ്ത് ബാലൻസ് അതുപോലെ തന്നെ നമ്മൾ കറിയും വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ എങ്ങനെയാ അല്ലേ? നമുക്ക് മാങ്ങ സീസൺ കഴിയുന്നവരല്ലേ ഇവരെ കൊണ്ട് എല്ലാ കറിയിലും ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ കറി, അതുപോലെ തന്നെ മീൻ പൊരിച്ചത്, പിന്നെ നമ്മുടെ ചീരക്കറി. അപ്പോൾ ഞാൻ ഓണൊക്കെ കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാറ്റം വരട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.